എന്താ പറഞ്ഞ മുതുക്കി? അന്ന് ചേച്ചിയുടെ എൻഗേജ്മെന്റിന് നമ്മൾ 3 പേരും പോയില്ലേ? അയ്യോ, അന്നത് എമർജൻസി ആയതുകൊണ്ട് മാത്രം പോയതാ. അല്ലാതെ അവളുടെ സർവീസ് ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന സ്വഭാവം ഉണ്ട് അവൾക്ക്. ഇനി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാലോ. നിന്റെ ബാഗ് കൊണ്ടാൻ വേറൊരു വണ്ടി വേണം. റോഡിൽ ചിലപ്പോ പോലീസും കാണും. അന്ന് റോഡ് പണി നടക്കുമായിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാര്യം അങ്ങനെ അല്ലല്ലോ. ചേച്ചി സത്യമായിട്ട് ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ എന്നും ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ഒരിക്കലും ചോദിക്കാറില്ല. ഏയ്, ഇനി വീണ്ടും വഴക്ക് വേണ്ട. ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? കാശ് തരാം, ഓട്ടോയിൽ പോക്കോ. വീട്ടിൽ ഓട്ടയുള്ളപ്പോ പുറത്തുനിന്ന് ഓട്ടോ പിടിക്കണോ? നിങ്ങൾ ഓഫീസിലോട്ട് പോക്കോ. ഇവരെ രണ്ടുപേരെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. താങ്ക്സ് ധ്രുവ. ഞാൻ നേരത്തെ വരണമെങ്കിൽ നേരത്തെ പോണം. അവിടെ നിക്കടി മുതുക്കി. ഓട്ടോയുടെ കാശെങ്കിലും തന്നിട്ട് പോ. ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് നിന്നെ ഞാൻ ചേച്ചിന്ന് വിളിച്ചില്ലേ? കാശൊന്നും വേണ്ട, വീട്ടുകാർക്ക് ഫ്രീ സർവീസ്, ചാർജ് ചെയ്യില്ല. വാ ചേട്ടാ. ഗുഡ് മോർണിംഗ് ബോസ്. ഗുഡ് മോർണിംഗ് അമൂല്യ. നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ മുഖം കാണുമ്പോൾ നിന്റെ മുഖത്തൊരു കള്ളച്ചിരി വരും. കണ്ണ് രണ്ട് കണ്ണ് കഥകിൻ മറവില് നിന്ന്. ബോസ്, ബോസ്, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു ബോസ്. അയ്യോ നിക്ക് മേഡം, അദ്ദേഹം മറ്റെന്തോ ചിന്തയില്ല. ആണുങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ ബോസ്? തോന്നുന്നു മിണ്ടായിരിക്കുന്നുണ്ടോ? എപ്പോ നോക്കിയാലും നോൺസെൻസേ പറയൂ. നിനക്കെന്താ പറയാനുള്ളേ? ഞാൻ പറഞ്ഞില്ലേ ബോസ്, ഇങ്ങനെ തന്നെ വേറെ എവിടെയോ പോയിരിക്കുക. എന്തായാലും ഒരു തവണ കൂടെ പറഞ്ഞേക്ക് വേണം. അദ്ദേഹം ഇപ്പോഴാ അതാ തിരിച്ചിങ്ങോട്ട് വന്നേ. ബോസ്, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞേ. ഷുവർ, കം ടു മൈ ക്യാബിൻ. ആൻഡ് ബൈ ദ വേ, ഇന്നലെ ഏതോ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞായിരുന്നു ബോസ്. എടുക്കൂ, ഞാൻ സൈൻ ചെയ്യാം. അത് കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ ക്യാബിനിലേക്ക് എടുത്തോണ്ട് വന്നോളാം. നോ നോ, ഇറ്റ്സ് ഓക്കെ. അതിങ്ങ് എടുത്തുക, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാ ഫയല് വാങ്ങിക്കൊണ്ട് വന്നേ? ബോസിനത് മനസ്സിലായതേയില്ല. ബോസിന് എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ മേഡത്തിന് മനസ്സിലായില്ല. എന്താന്ന്? ഈ സ്പർശനത്തില് എന്തോ ഉണ്ട്. ആദ്യ ഷോപ്പിംഗ് ചെയ്യാൻ ഇനി ബാക്കിയൊന്നുമില്ലല്ലോ. തിരിച്ചു പോയിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവസാനമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുക, ആദ്യ അറിയോ? ഓക്കെ, എനിക്കൊരു ഡൗട്ടുണ്ട് ആദ്യ. വേദ നിന്റെ വീട്ടിൽ വന്നപ്പോ മുതല് നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ധ്രുവയുടെ കാര്യം എങ്ങനെ സിദ്ധാർത്ഥനോട് പറയും? കല്യാണത്തിനാകെ കുറച്ചു ദിവസമല്ലേ ഇനി ബാക്കിയുള്ളൂ. ഇനി ഇതൊരു പ്രശ്നമായാലോ? ആദ്യ, ആദ്യ പറയേ. പറയേണ്ടത് നീ ആദ്യ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മറ്റെന്തോ ചിന്തിച്ചോണ്ടിരിക്കുക.
എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? ഏയ് ഒന്നുമില്ല, ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാ, ഡോണ്ട് വെറി. ചേട്ടന്റെ കല്യാണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നിങ്ങളിപ്പോ 2 വശത്തുള്ള റെസ്പോൺസിബിലിറ്റീസും ഹാൻഡിൽ ചെയ്യണ്ടേ? നീ അപ്പൊ ഇതാണ് ഇത്ര നേരം ചിന്തിച്ചോണ്ടിരുന്നത്? കംപ്ലീറ്റ് ആയിട്ട് ഇതല്ല, എന്നാലും ഇതൊക്കെ തന്നെയാ. വിക്കി ചേട്ടന്റെ കല്യാണം എങ്ങനെ നടക്കും എന്ന ചിന്ത അത്ര തന്നെ. ഇത് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ, നാളെ ഉച്ചയ്ക്കുള്ള ലഞ്ച് നീ തന്നെ തയ്യാറാക്കണം. അപ്പൊ വേദാന്തും ഹാപ്പി ആവും. നിങ്ങൾക്ക് സന്തോഷമാവുന്ന എനിക്കറിയാം. അപ്പൊ പോയാലോ? കണ്ണേട്ടാ, ഒരിക്കലും ഞാനിങ്ങനെ സ്വന്തം ഓട്ടോയിലിരിക്കുമെന്ന് കരുതിയേയില്ല. നിങ്ങൾ കാരണം അതും നടന്നു. എടി കഴുതേ, ഓട്ടോ നിന്റെ അല്ല അയാളുടെ. അഞ്ജു പറഞ്ഞത് കറക്റ്റ് തന്നെയാ. ഈ ഓട്ടോ നമ്മുടെ വീട്ടിലെയാ. അടിപൊളി. ഒന്നും കൂടെ പറ ചേട്ടാ. അവിടുന്ന് റൈറ്റ് എടുക്കണം. ആദ്യം എന്നെ കോളേജിൽ വിട്ടിട്ട് ഇവളെ സ്കൂളിൽ കൊണ്ട് വിട്ടാ മതി. ഒരു കാരണവശാൽ ഇവൾ പറയുന്നത് കേൾക്കല്ല ചേട്ടാ. എനിക്ക് ഓൾറെഡി ലേറ്റ് ആയെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എനിക്ക്. അവരെന്നെ വഴക്കു പറയും. എടി മരക്കഴുതേ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? എനിക്ക് HOD കണ്ട് പെർമിഷൻ വാങ്ങാനുണ്ട്. നീയാ മരക്കെഴുത. നീ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടിട്ട് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. ഞാൻ പറയുന്നു റൈറ്റ് എടുക്കാൻ, അത്ര തന്നെ. ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. പല്ലടിച്ചാൽ താഴെ ഇടും. നീ വീട്ടിലേക്ക് വാ, കാണിച്ചു തരാം. നിങ്ങൾ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? കുട്ടികൾ പറയുന്നത് ഞാൻ അനുസരിക്കും. എല്ലാവരും കുട്ടികൾ പറയുന്നത് അവസാനം കേൾക്കും. എന്നാ ഞാൻ അങ്ങനെയല്ല. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കുട്ടികൾക്കാ. കൊച്ചു കുട്ടികള് ദൈവത്തെ പോലെയാ. ബോസ്, മേഡം ഒരു മിനിറ്റ്. ബോസ്, കല്യാണത്തിന് വേണ്ടി HR സോഫ്റ്റ്വെയറിൽ ഞാൻ ലീവിന് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾ അത് അപ്രൂവ് ചെയ്തിട്ടേ ഇല്ല. വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങിയല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാ വിട്ടുപോയത്. ഇപ്പൊ തന്നെ ചെയ്യാം. ഇനിയിപ്പോ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ വേണമെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ പൊക്കോ. ചപ്പാത്തി തിരിച്ചും മറിച്ചു വിടുന്നതിന് ഒരു നല്ല ഉദാഹരണമാ ദാ ഈ കാണുന്നത്. എന്താ പറ്റിയത്? ഞാനത് തെറ്റ് പറഞ്ഞു? മേഡം, ലീവ് ചോദിച്ചാ കിഡ്നി ചോദിച്ച പോലെ ബഹളം ഉണ്ടാക്കുന്ന ബോസ് ചോദിച്ച ഉടനെ തന്നെ ലീവ് കൊടുത്തല്ലോ. കണ്ടിട്ട് ഞാൻ ആകെ ഷോക്കായി. എടോ, കല്യാണം എന്റെ അനിയന്റെ. കുറെ ആൾക്കാരെ ക്ഷണിക്കാനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാ പോവാൻ പറഞ്ഞു. ഓ അതാണോ? ഞാൻ കരുതി അമൂല്യ മേഡം ചോദിച്ചുകൊണ്ട് വലിയ മനസ്സ് കാട്ടി കൊടുത്തതായിരിക്കുമെന്ന്. ചില കാര്യങ്ങൾ 2 തവണ പറയുമ്പോ തെറ്റിദ്ധരിച്ചേക്കാം. ഈ നോട്ടം കണ്ടപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വിട്ടേ. എടോ സുമേഷ്, പോയി തന്റെ ജോലി ചെയ്യാൻ നോക്ക്.
ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട്. അമൂല്യ, നീ പൊക്കോളൂ. അമൂല്യ, സൂക്ഷിക്കണേ. വെയിലത്ത് നടന്നൊന്നും പോയേക്കല്ലേ, ടാക്സി വിളിച്ചു പൊക്കോ. कुछ कुछ हो गया मुझे सब समझ में आ गया. എന്താടോ അത്? അല്ല അത് പിന്നെ ഇന്നലെ ഞാൻ സിനിമയിൽ TV കണ്ടു. ഇപ്പൊ ഞാൻ അതിലൊരു സീൻ ഓർമ്മിച്ചതാ. അതുകൊണ്ടാ ആ സിനിമയിലെ ഡയലോഗ് അറിയാതെ പറഞ്ഞു പോയത്. ഹിന്ദി സിനിമയൊക്കെ കാണുന്നൊന്ന് നിർത്ത്, എന്നിട്ട് മലയാളം സിനിമ കാണാൻ നോക്ക്. മലയാളമാണ് ഒരുപാട് കാണുന്നത് ബോസ്. ഇന്നലെ മലയാള സിനിമ ഞാൻ കണ്ടു, പ്രേമലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പ്രേമോ. സുമേഷ്, വിക്കിച്ചേട്ടാ പറയേ. ആദ്യ എല്ലാം റെഡി ആയില്ലേ? ഹാ, എല്ലാം റെഡിയായി. നീ തന്നെ വേദാന്തേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്തേ പറ്റൂ. ശരിയാ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് ചേട്ടന്റെ ഈ സൈലൻസ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി, നമുക്ക് പോയി മീറ്റ് ചെയ്യാം. ഡൺ. ഓട്ടോ നിർത്ത്. അതെന്തിനാ ഇപ്പൊ നിർത്തുന്നേ? ഓട്ടോ നിർത്താൻ പറഞ്ഞാ നിർത്തണം, അത്രേ ഉള്ളൂ. എന്തു പറ്റി നിനക്ക്? നാടകം കളിക്കുവാണോ? ഒരക്ഷരം മിണ്ടരുത്. ഇപ്പൊ ഓട്ടോ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടും. നിങ്ങളൊന്നും കേൾക്കണ്ട ചേട്ടാ, ചാടും പോലും ചാടും. നിനക്ക് എന്നെ എന്തും പറയാല്ലേ? നിങ്ങൾ നിർത്തണ്ട, ഞാൻ ചാടാൻ പോവാ. വേണ്ട, ഞാൻ വണ്ടി നിർത്താം. ശരി, നിർത്ത്. പോ പോ പോ. അല്ല, നിന്റെ ചേച്ചി ജനിച്ചപ്പോ മുതലേ ഇങ്ങനെ തന്നെയാണോ, അതോ ആരെങ്കിലും തലക്കിട്ട് അടി കൊടുത്തതാണോ? എടോ, താൻ കൂടുതൽ ആളാവണ്ട കേട്ടോ. കൈ താഴ്ത്ത്, വിരല് വേദനിക്കും. ചേച്ചി സമാധാനിക്ക്, ഞാനൊരു കാര്യം പറയാം. എന്താടി? എന്നെ ആദ്യം സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ജോളി റൈഡ് പോവായിരുന്നില്ലേ? അയ്യോ, നിന്നെ ഞാൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ചേട്ടാ, വണ്ടി വിട്, വണ്ടി വിട്. നിന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. ചേട്ടാ, വേഗം വിട്, വേഗം വിട്. ചേട്ടാ, വേഗം. എടി കഴുതേ, നീ വൈകിട്ട് വീട്ടിലോട്ട് വരുമ്പോ നിന്റെ കഴുത്തി കാല് വെച്ച് ചവിട്ടി കൊന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ വണ്ടിക്ക് നീട്ടോ. അല്ല, എന്റെ ബോസ് ഒരു ദിവസം ജിമ്മിലേക്ക് വന്നില്ലെങ്കിൽ എന്താ ഇവിടെ പ്രളയം ഉണ്ടാകുവോ? അതോ ജിമ്മിലെ എക്യുപ്മെന്റ്സ് ഒക്കെ നശിച്ചു പോവോ? ബോസ് ഇവിടുത്തെ ജോലിക്കാരനല്ല, MD ആണ്. ബോസ് ഇന്ന് ബിസിയാണ്, അതുകൊണ്ട് ജിമ്മിലേക്ക് വരില്ല. ആ ശരി ശരി, നാളെ വരും. ശരി എന്നാ. സുമേഷേട്ടാ, ആരെയാ വിളിച്ചത്? എന്നെയാണോ? നിങ്ങളെ തന്നെ. അയ്യോ, ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് നിങ്ങളൊരു റോൾ മോഡൽ പോലെയാ. ആ നിങ്ങൾ തന്നെ എന്നെ അണ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ അണ്ണാന്ന് വിളിച്ചോണ്ടിരിക്കും. എനിക്കാണിത് താങ്ങാനേ കഴിയില്ല. ഇപ്പൊ എന്താ, ഞാൻ അങ്ങനെ വിളിക്കണ്ടേ? ആ കുഴപ്പമില്ല, നിങ്ങൾ ആർക്കുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം എനിക്കൊരു ചേട്ടനെ പോലെയാ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും വിളിച്ചോ, കുഴപ്പമില്ല. അല്ല, ഇപ്പൊ നിങ്ങൾ ജിമ്മിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടു. ബോസ് എന്താ ജിമ്മിൽ പോവാറുണ്ടോ? പിന്നല്ലാതെ, നമ്മുടെ ബോസ് ഇത്ര ഹാൻഡ്സം ആയിട്ട് നിൽക്കുന്നത് കണ്ടാലും മനസ്സിലാവില്ലേ? അതെയോ ചേട്ടാ, ജിമ്മിൽ പോകുന്നോണ്ട് അത്രത്തോളം ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടോ? ജിമ്മിൽ പോകുന്നോണ്ട് എന്ത് ഉപയോഗമാ ഉള്ളത്? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നല്ല വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും. അൺഫിറ്റ് ആയവരെല്ലാം ഫിറ്റായി മാറും. പക്ഷേ ഫിറ്റ് ആയിട്ടുള്ളവരൊന്നും അൺഫിറ്റ് ആവില്ല. ഈ ഫിറ്റ് ആയവരെന്ന് പറഞ്ഞ എന്താ ചേട്ടാ അർത്ഥം? 6 പാക്ക് 8 പാക്ക് 0 സീസൺ എന്നൊക്കെ പറയാറില്ലേ? അതല്ല, ഈ ഫിറ്റ് എന്ന വേർഡിന്റെ സബ് വേർഡുകളാ. അല്ല, ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ? എനിക്ക് ഫിറ്റ് ആവണം, അതുകൊണ്ട്. അതിന് നിങ്ങൾ ഫിറ്റ് അല്ലാന്ന് ആരാ പറഞ്ഞ? ഞാന് ഈർക്കിളി പോലെ ഇരിക്കുന്നേന്ന്, ഒരുപാട് മെലിഞ്ഞ ഇരിക്കുന്നേന്ന്, അതുകൊണ്ട് എനിക്ക് പണം വെക്കണം, അത്രേ അല്ല, ഇങ്ങനെയൊക്കെ ആരാ പറഞ്ഞു? വേറെ ആര് പറയാനാ? നമ്മുടെ
എന്റെ വീട്ടുകാരും റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ അങ്ങനെ പറയുന്ന സുമേഷ് ഏട്ടാ. ഈ വണ്ണം വെക്കുന്ന മാറ്ററൊക്കെ വലിയ റിസ്കാ. ഒരു തവണ വണ്ണം വെച്ച് കഴിഞ്ഞാ പിന്നെ മെലിയാൻ വലിയ പാടാ. എനിക്ക് കഷ്ടം എന്ന് പറഞ്ഞ ഇഷ്ടം. ഞാനങ്ങനെ ഒരുപാട് വണ്ണം വെക്കുന്നില്ല, ഒരിത്തിരി. ജിമ്മിലെ ആളുകളെല്ലാം പോകുന്നോണ്ടാണല്ലോ അവര് ജീവിക്കുന്നത്. അതുകൊണ്ട് ചേർന്നു. അങ്ങനെ ഏതെങ്കിലും ജിമ്മിൽ പോയി ചേരാൻ പറ്റുമോ? നമ്മുടെ ബോസ് പോകുന്ന ജിമ്മ് സൂപ്പർ ആയിരിക്കില്ലേ? അതേത് ജിമ്മാ? നിങ്ങൾ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇതും വലിയ കോൺഫിഡൻഷ്യൽ മാറ്ററാണ്. സെലിബ്രിറ്റികൾക്ക് പെട്ടെന്ന് പബ്ലിക്കുമായിട്ട് അടുക്കാനൊന്നും പറ്റില്ല. പിന്നീട് ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചത് ബോസ് പോകുന്ന ജിമ്മിനെ പറ്റിയാ, അല്ലാതെ ബോസിനെ പറ്റിയല്ല. പറയുന്നുണ്ടോ ഇല്ലയോ? ശ്രീരാമനെ പോലെയാ, ഞാനാണ് ഹനുമാനും. ശ്രീരാമന്റെ സീക്രട്ട് ഒന്നും പുറത്തു പറയാൻ പറ്റില്ല. അത് പ്രൊഫഷണൽ എത്തിക്സിനെതിരാ. പാനിപ്പൂരി രഞ്ജിത്ത് നിന്നെ പറ്റി എന്തോ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. അവന് പ്രൊഫഷണൽ എത്തിക്സ് ഒന്നും ഇല്ല. 10 രൂപ കൂടുതൽ കൊടുത്താ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും. ഞാൻ പോട്ടെ. അല്ല, ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ എടുത്തിയാടുന്നേ? ജിമ്മിന്റെ അഡ്രസ് അല്ലേ വേണ്ടേ? അതാ എഴുതിക്കോ. എഴുതുന്നില്ല, ടൈപ്പ് ചെയ്തോളാം. ഈർക്കിളി പോലെയൊന്നും അല്ലല്ലോ. പിന്നെന്താ കള്ളച്ചെറുക്കന്റെ കണ്ണില് എന്നെ പറ്റി അങ്ങനെ തോന്നി? കുഴപ്പമില്ല, അവനായിട്ട് തന്നെ വന്ന് ഇപ്പൊ നിന്നെ കാണാൻ ഈർക്കിളി പോലെ അല്ലാന്ന് പറയണം. അതുപോലെ ചേഞ്ച് ആവണം. എന്തായാലും അവൻ പോകുന്ന ജിമ്മിൽ ഞാൻ നാളെ തന്നെ ജോയിൻ ചെയ്യും. വർക്കൗട്ട് ചെയ്യണം, എന്നിട്ട് വണ്ണം വെക്കണം. എന്തൊരു ക്യൂട്ടാ ഇവള്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ മുഖം കാണുമ്പോ നിന്റെ മുഖത്തൊരു കള്ളച്ചിരി വരും. ആരതി അമ്മേ, അതെ 2 ദിവസം കൂടെ കഴിഞ്ഞാ ഇവള് വീട്ടിലുണ്ടാവില്ലെന്ന് ഓർക്കുമ്പം എനിക്ക് ആകെ കൂടി വിഷമം തോന്നുന്നു. അമ്മേ, എനിക്ക് കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയി ചെയ്യട്ടെ. നഷ്ടപ്പെടുന്നതിൽ ഒരു സുഖമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. പ്രമി, അച്ഛനമ്മമാരുടെ സ്വപ്ന പെൺമക്കളുടെ കല്യാണം. നമ്മുടെ 4 സ്വപ്നങ്ങളിൽ ആദ്യത്തേത് നടക്കാൻ പോകുന്നു. അതേന്നേ, ഇനിയിപ്പോ ഓരോ ചടങ്ങുകളായിട്ട് തുടങ്ങും. എങ്ങനെ സമയം പോകുന്നു പോലും എനിക്കറിയില്ല. എല്ലാം സമാധാനമായിട്ട് നടന്നാ മതി. അതിനുവേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഇപ്പോ ടെൻഷൻ എടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. നിങ്ങൾ എന്തിനാ എന്റെ ജോലി ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അമ്മുന്റെ ലീവ് റെഡിയായി കഴിഞ്ഞാൽ എനിക്കൊരു ആനയുടെ ബലം കിട്ടിയ പോലെയാ. എല്ലാം പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വരിക, തിരിച്ചു കൊണ്ടു കൊടുക്കുക, വില കുറച്ച് നോക്കുക, എല്ലാം അമ്മു തന്നെ നോക്കിക്കൊള്ളുവന്നേ. അവൾ എന്റെ ഒപ്പം ഉണ്ടെങ്കിലേ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ആരതി കല്യാണ പെണ്ണാന്ന് കരുതി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവളും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മുടെ വീട്ടിലെ
ഭാഗ്യത്തിന് ആൾബലത്തിന് യാതൊരു കുറവുമില്ല. അതെ, എന്റെ 4 പെൺമക്കളും 4 ചുമരു പോലെയാ. ഒന്നില്ലാതെ മറ്റൊന്നുമില്ല. 4 പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ എത്ര ഭാരം വെച്ചാലും വീഴില്ല. എന്താന്ന് വെച്ചാലേ അവരീ പ്രേമിയുടെ മക്കളാ. 4 രത്നങ്ങളെ പ്രസവിച്ച ഈ വലിയ അമ്മയോട് ഞാൻ നന്ദി പറഞ്ഞല്ലേ പറ്റൂ. താങ്ക് യു പ്രമീ. വീണ്ടും നിങ്ങളെ രജനി സാറിനേക്കാൾ ഗ്രേറ്റ് ആണെന്ന് എനിക്ക് തോന്നുക. അതെന്താ? മീശ പിടിച്ചു തിരിച്ചില്ലല്ലോ, അതുകൊണ്ട്. പ്രമീ, ചേട്ടാ, ഞങ്ങൾ തർക്കിക്കാനല്ല വന്നത്. ആദ്യം ദേഷ്യം ഒന്ന് കളയേ. നീ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ കേട്ടോളാം. ഇതെല്ലാം എന്തിനാ? എന്റെ മൂഡ് തീരെ ശരിയല്ല. ബോസ്, ഞാൻ ഇറങ്ങുവാണേ. ചേച്ചി, വിക്കി ചേട്ടാ, നിങ്ങൾ എപ്പോഴാ വന്നേ? ഇപ്പോഴാണ് വന്നത്. ശരി, നീ ഇറങ്ങിക്കോ. ബോസ്, ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് കൊണ്ടുപോവാണേ. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. അമൂല്യ, നിന്റെ ബോസ് ഞങ്ങളോട് നല്ല ദേഷ്യത്തിലുള്ള. നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ ദേഷ്യാണോന്നോ? അതും ഇത്രയും ക്യൂട്ടായിട്ടുള്ള ചേച്ചിയോടോ? എന്തൊരു മനസ്സാ നിങ്ങളുടെ. ഛേ, ഇതെങ്ങനെങ്കിലും അവസാനിപ്പിക്കണം. നോ നോ, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? അപ്പൊ ഇത്രയും നേരം വായിക്ക് തോന്നിയ പോലെയൊക്കെ വഴക്ക് പറഞ്ഞത് കോമഡിയാണെന്നാണോ? എന്ത് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നോ? ഇതൊക്കെ വലിയ തെറ്റാ. ഞാൻ വഴക്ക് പറഞ്ഞോ? ഇവൻ ചുമ്മാ ഓരോന്ന് പറയുന്നതാ. ഞാൻ ആരെയും വെറുതെ വഴക്ക് പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. എന്ത് വലിയ കാരണം ഉണ്ടെന്നാ? ചെറിയവർ എന്തെങ്കിലും തെറ്റ് ചെയ്താ വലിയ ആൾക്കാർ വേണം പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ. അതിലിത്ര ദേഷ്യപ്പെടുന്ന എന്തിനാ? നീയും കൂടി ഇനി ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നിൽക്കണ്ട. ശരി.